പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. വെളിപ്പാട് പുസ്തകത്തിൽ ലവോദിക്ക സഭയോട് ദൂതൻ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണ്: ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. സ്തോത്രം. വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഇവിടെ ദൂതൻ പറയുന്നത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ. വത്സല സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ അടുത്തുണ്ട്. നമ്മളായിരിക്കുന്ന ഭവനത്തിൽ, നാം ആയിരിക്കുന്ന മേഖലകളിലെല്ലാം ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ നാം ദൈവത്തിന് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളിലേക്ക് പ്രവർത്തിക്കുന്നത്. ഇവിടെ ലവോദിക്ക സഭയോട് പറയുകയാണ്: സഭയെ, ഞാൻ നിങ്ങളുടെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. എന്നെ കേൾക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വാതിൽ തുറക്കുക. കാരണം വാതിൽ തുറന്ന് അകത്ത് കയറിയാൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മുടെ കൂടെയുള്ളൊരു വാസം. നാം രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ അവരവർ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് എൻ്റെ മക്കൾ രക്ഷിക്കപ്പെടണമെന്നില്ല. ഞാൻ രക്ഷിക്കപ്പെടണമെങ്കിൽ ഞാൻ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി ഞാൻ അംഗീകരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞ വചനത്തിൽ യേശു കർത്താവ് നമ്മുടെ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്, നമ്മുടെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ഈ യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ ഒന്ന് ഹൃദയത്തിൽ അംഗീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടായാൽ യേശു കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് വേണ്ടതെല്ലാം പറഞ്ഞു തരും. നമ്മൾ പലപ്പോഴും അതിനുവേണ്ടി സമയം കണ്ടെത്താറില്ല. എന്നാൽ ഇന്നത്തെ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ആ കർത്താവിനെ ഒന്ന് അംഗീകരിക്കുവാൻ, ഒന്ന് സ്വീകരിപ്പാനുള്ളൊരു മനസ്സുണ്ടായാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവിക സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ടാകും. കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു വലിയ കല്യാണം നടക്കുക. പക്ഷെ അവിടെ യേശുവിനെ ക്ഷണിച്ചിരുന്നു. യേശുവിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവിക സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയൊക്കെ വിടുതല. ദൈവിക സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയൊക്കെ അനുഗ്രഹങ്ങളാണ്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ പ്രയാസങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് പരിഹാരം തരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതാ പറയുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ കടന്നു വന്ന് അത്താഴം കഴിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങൾ ആരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചാലും യേശു കർത്താവിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുകയില്ല. എന്നാൽ യേശു കർത്താവിന് പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ ആരെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലയിലും ഒരു ബ്ലെസ്സിങ് ഉണ്ടാകുവാൻ സാധിക്കും. ഈ പകൽക്കാലം വാതിൽക്കൽ നിന്ന് മുട്ടുന്ന കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്ക് കർത്താവിനെ കൊണ്ടുവന്ന് നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ഇരിപ്പാനൊന്ന് ശ്രമിക്കുക. സകല പ്രശ്നങ്ങൾക്കും കർത്താവ് മറുപടി. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൂടെ ഇരുന്നുള്ള ഒരു ഭക്ഷണം കഴിപ്പ്, അർത്ഥാൽ കർത്താവിനോട് ചേർന്നിരുന്നുള്ള ഒരു ദൈവിക പ്രസൻസ് നിങ്ങൾ അനുഭവിച്ചറിയുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി നിങ്ങളുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുക, നിങ്ങളുടെ മനസ്സ് തുറക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ അംഗീകരിക്കുക, നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവിനെ അംഗീകരിക്കുക. നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും കർത്താവ് മറുപടി നൽകാൻ പോകുന്നു. വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.